ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. ഇതാ ഈ വർഷത്തെ വിഷു ഇതാ ഇവിടെ തുടങ്ങുകയാണ്. അപ്രതീക്ഷിതമായി മുല്ലയും മക്കളും വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വിഷു ഇന്നേ തുടങ്ങി. ഇതാ മക്കൾ കുളിക്കുകയാണ് രാത്രി. ഞാൻ ഡാൻസ് പ്രാക്ടീസിന് പോയിരുന്നു. അപ്പം മുല്ല കുട്ടികളെയും കൂട്ടി സ്റ്റുഡിയോ പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വന്ന് ഇപ്പോഴാണ് മക്കൾ ഇതാ പൂളിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് വാങ്ങിക്കേണ്ട, ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അവൾക്ക് നിർബന്ധം എന്തായാലും വാങ്ങിക്കണം. തലേ ദിവസം സനു അച്ഛനും വന്ന് പടക്കവും വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു പോയതാണ്. കൂടപ്പിറപ്പിൻ്റെ അച്ഛനമ്മമാരുടെ സ്നേഹം നമുക്ക് പകരം വയ്ക്കാനില്ലാത്തൊരു സ്നേഹമാണല്ലേ നമുക്കായാലും നമ്മുടെ മക്കൾക്കായാലും. അപ്പം മുല്ലത പോകാൻ റെഡിയായി നിൽക്കുകയാണ്. എനിക്ക് അവിടെ പോയിട്ട് പച്ചടി ഉണ്ടാക്കണം, പുളി ഉണ്ടാക്കണം. ഞാൻ നിൽക്കുന്നില്ല, ഞാൻ നിർബന്ധിച്ച് നിർപ്പിച്ചതാണ്. കാര്യം എന്തായാലും നമുക്ക് രണ്ടാൾക്കും ഉണ്ടാക്കണം. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. പച്ചടി പുളിയൊക്കെ റെഡിയാക്കി മുല്ലയ്ക്കും കൊടുത്ത് ഞാനും എടുത്ത് അതോട് അന്നത്തെ ആ വിഷുവിൻ്റെ ആ ഒരുക്കം തുടങ്ങിയല്ലോ പച്ചടിയും പുളിയും ഇടുന്നതോടുകൂടി. അപ്പോൾ അതാ അനിയേട്ടനും ആശേച്ചിയും രാത്രി വന്നപ്പം ഒരു രാത്രി എൻ്റെ അടുത്ത് നിന്ന് മുല്ല പിറ്റേന്ന് രാത്രി ചെയ്താൽ എനിക്ക് പണിയുണ്ട്, ജോലിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നാളെ ഓഫീസിൽ പോകണം, വീട്ടിൽ ഒരുപാട് പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രാത്രി പോവുകയാണ് അവർ. അപ്പോൾ മക്കൾക്ക് പോകാൻ തീരെ ഇഷ്ടമില്ല ഇവിടുന്ന്. പക്ഷേ വിഷു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വിഷു കഴിഞ്ഞ് മമ്മീൻ്റെ ഡാൻസിൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് മമ്മി വരാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോഴും മക്കൾക്കും സന്തോഷമായി, എനിക്കൊരു സമാധാനമായി. അവർ പോവാണ് രാത്രി. അപ്പോൾ അവരെ യാത്രയാക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. അപ്പോൾ അതാ കുറേ പടക്കമൊക്കെ ഞങ്ങൾ അന്ന് പടക്കം വാങ്ങിച്ചില്ലായിരുന്നു. സനു അച്ഛനും തലേ ദിവസം വരുന്ന സമയത്ത് പടക്കം കൊണ്ടുവന്നിരുന്നു. അപ്പം പടക്കമൊക്കെ മക്കൾ പൊട്ടിച്ച് ഇതാ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വിഷു ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം പടക്കമൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് മക്കൾ പോകുന്നത്. അപ്പോൾ ഇന്നും ഇവിടെ വന്നിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ മക്കൾ അങ്ങനെയാണല്ലോ, എവിടെയായാലും അവർ എല്ലാവരും ഉള്ള സ്ഥലത്താണ് മക്കൾക്ക് എന്നും സന്തോഷം. ഞാൻ എപ്പോഴും പറയും തിക്കോടിയിലായാലും മാഹിയിലായാലും അവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം. നമുക്ക് വീട്ടിൽ എത്ര സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മക്കൾക്ക് മക്കൾ അവർ കൂട്ടത്തിൽ നിൽക്കാനാണ് മക്കൾക്ക് എപ്പോഴും ഇഷ്ടമുണ്ടാവുക. എവിടെയാണ് അവരെല്ലാവരും കൂടെ നിൽക്കുന്നത് അവിടെയാണ് അവർക്ക് സുഖം. അപ്പോൾ സനു എപ്പോഴും പറയും മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കല്. ഞാനങ്ങനെ പറഞ്ഞ് വിടൂല. കാര്യം എന്താ വെച്ചാൽ മക്കൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സനു പറയും അവർക്ക് ഓർമ്മിക്കാൻ ഇതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ, അവരെ കുട്ടിക്കാലം അവരെ ഒരുമിച്ച് കളിച്ചതൊക്കെയല്ലേ നമുക്ക് നമ്മളെ കുട്ടിക്കാലം എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഓർമ്മകളല്ലേ കൊടുക്കേണ്ടത്. നിങ്ങൾ എന്തിനാ മക്കളെ വെറുതെ പിടിച്ച് നിർത്തുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നും പറയും. മക്കളെ വിടൂല, നിങ്ങൾ രണ്ടാളും മക്കളെ വിടൂല, ഇവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാ മുല്ലയും മക്കളും പോയി. എന്താ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ മക്കൾ ഇതാ രാവിലെ തന്നെ പടക്കം പൊട്ടിക്കുകയാണ്. അപ്പം വാവേൻ്റെ ഡയലോഗ് ഉണ്ട് പടക്കം പൊട്ടിക്കുന്ന സമയത്ത്. അതിൻ്റെ തിരി എന്തോ കുറച്ച് ലൂസായപ്പം വാവ പറയുന്നുണ്ട് ഇതെന്തോ ലൂസ് മോഷനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ചു. അപ്പോൾ പപ്പ വണ്ടി കഴുകാൻ വേണ്ടി കയറ്റാൻ വേണ്ടി പോകും. അപ്പോൾ പറയാം പപ്പ വണ്ടി കയറ്റല്ലേ, ഞങ്ങൾ പടക്കം പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഉള്ള സമയത്ത് വണ്ടി നന്നായിട്ട് പ്രഷർ വാഷർ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല സുന്ദരി മണിയാക്കി കൊടുക്കും. എപ്പോഴും കണ്ണൻ വന്നു കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ ചെയ്യും. നമ്മളൊക്കെ ഒരു തട്ടിക്കൂട്ട് ക്ലീൻ, ഞാനൊക്കെ വെറുതെ ഓസിൽ വെള്ളം ഇട്ടടിച്ച് ഷാമ്പൂ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്ത് കൊടുക്കും. പ്രഷർ വാഷർ ഇട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. കണ്ണ് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതിനാണ് പപ്പ വണ്ടി കയറ്റാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ കണ്ണന് 14-ാം തീയതി പോകണം. 15-ന് കണ്ണന് എക്സാം ഉണ്ട്. അപ്പോൾ ലാബ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല, എക്സാം അല്ലേ, അപ്പോൾ അറ്റൻഡൻസ് ഷോർട്ടേജ് വരും എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ എന്തായാലും 14-ാം തീയതി പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ മുല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ പപ്പ പറയേണ്ടത് വേഗം ഫുഡൊക്കെ കഴിച്ച് റെഡി ആവണം, എന്നിട്ട് നമുക്ക് ഡ്രസ്സ്. വാവയ്ക്കും റാമിനും പപ്പയ്ക്കും ഞങ്ങൾ കണ്ണം വരുന്നതിന് മുമ്പേ ഡ്രസ്സ് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ സാധാരണ അങ്ങനെ ഒറ്റ പോക്കിന് ഞങ്ങൾക്ക് അഞ്ചാക്കും എന്തായാലും എടുത്ത് കഴിയാറില്ല. അപ്പം ഒന്നുകിൽ മക്കൾക്കൊക്കെ ആദ്യം എടുത്തിട്ട് ആദ്യം മക്കൾക്ക് എടുക്കും, പിന്നെ ഞാൻ തവണ കണ്ണൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ താനും മക്കളും ആദ്യം എടുക്കും. ഞാൻ വേണ്ട ചായ എടുക്കുമെന്നാണ്. ചായക്കനും ആദ്യം തന്നെ അവർക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കാം. നമുക്ക് കണ്ണൻ വരട്ടെ. അപ്പോൾ എനിക്ക് കണ്ണന് മാത്രം വാങ്ങിക്കാം. അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. ഒറ്റ ദിവസം നമ്മൾ ഈ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നോക്കി സെലക്ട് ചെയ്ത് കണ്ണന് വേണ്ടി കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗോകുലം മണ്ണിൽ R&Bയിലാണ് പോയത്.
അതിന് മുമ്പേ രണ്ട് ഷോപ്പിൽ എനിക്ക് ചുരിദാർ നോക്കിയിട്ട് ഇഷ്ടമായില്ല. ടോപ്പൊക്കെ നോക്കിയത് RNBയിൽ പോയിട്ട് അവിടെ നിന്ന് എനിക്കും വാങ്ങിച്ചു, കണ്ണനും വാങ്ങിച്ചു. ഞാനൊരു തൽക്കാലം ഓർഡിനറിയാണ് വാങ്ങിച്ചത്. പിന്നെ വിഷുവിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് വാങ്ങിക്കും. എനിക്ക് ഉണ്ട് ഇടാൻ വേണ്ടിയിട്ട് 2 ഡ്രസ്സ് ഉണ്ട്. പിന്നെ സാമായിട്ടൊരു സമാധാനത്തിന് വേണ്ടി എല്ലാവരും അപ്പോൾ കണ്ണപ്പനുള്ള സമയത്ത് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ആളെടുത്തോളം വണ്ടി. അപ്പോൾ അത് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് നല്ല വാങ്ങിച്ച് 13-ാം തീയതിയാണ് ഞാൻ പറഞ്ഞു വിഷുവിനുള്ളതൊക്കെ നമുക്ക് ഇന്ന് തന്നെ വാങ്ങിക്കാമല്ലോ. നാളെ എന്തായാലും തിരക്കായിരിക്കും. മാത്രമല്ല നാളെ കണ്ണന് പോകാനും ഉണ്ട്. വിഷുവിൻ്റെ തിരക്ക് ഏത് വാങ്ങാം, അട അതിൻ്റെ തിരക്ക്, കണ്ണന് പോകുന്ന തിരക്ക്. അപ്പം എല്ലാം കൂടെ സാധാരണ ശ്യാമേട്ടനാണ് കണ്ണന് വാങ്ങിക്കുക ചെയ്യാം. അങ്ങനെ കിട്ടൂലല്ലോ, നമുക്ക് വീട്ടിൽ പണി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതല്ല, നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചു. ഞങ്ങളന്ന് ലേറ്റ് ആയിട്ടുണ്ട് വീട്ടിലെത്തുന്ന സമയത്ത്. ഇത് പിറ്റേ ദിവസം കറക്റ്റുള്ള മീൻ ആവോലി വാങ്ങിക്കാൻ വേണ്ടി കണ്ണപ്പൻ ഹാർബറിലേക്ക് പോയതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു വീഡിയോ. ഇത് 14-ാം തീയതി ദീപിൻ്റെ അച്ഛൻ ചന്ദ്രച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്, എല്ലാവരും വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അത് അമ്മേനോട് ഞാൻ നെയ്യപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി, അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണ് നെയ്യപ്പം. അപ്പോൾ അത് അച്ഛൻ പൈസ എണ്ണാണ് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തന്നെയല്ലേ ഓണവും വിഷുവൊക്കെ നമുക്ക് സന്തോഷം. അപ്പോൾ മക്കളും അച്ഛനും സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ ചായയൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ എൻ്റെ പണികളിലേക്ക് കിച്ചണിൽ അങ്ങനെയാണ്. കണ്ണനെ ആ സമയത്താണ് കുളിക്കാൻ പോയത്. കണ്ണനെ കാത്തിരിക്കുകയാണ് അച്ഛൻ. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പടക്കം പൊട്ടിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അത് നോക്കി ഞങ്ങൾ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. സാമ്പാർ ഇതൊക്കെ ഉണ്ടാക്കിയത്. സാമ്പാർ, ചെമ്മീൻ ഫ്രൈ, കടുക്ക ഫ്രൈ, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി, ഇളവൻ പച്ചടി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൻ ഇന്ന് പോവുകയാണല്ലോ, അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിയൽ ഒന്നും അവന് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. സാമ്പാറും മോര് കറിയൊക്കെ ആൾക്ക് ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി നാളെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. കടുക്ക വലിയ ഇഷ്ടമാണ്. അപ്പം കടുക്ക കണ്ട സമയത്ത് കടുക്ക വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. കണ്ണൻ ചോദിക്കുന്നുണ്ട് വാവയെ ഫുഡ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വാവ ഞാൻ കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല മക്കളാണ്, ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞു. ചോദിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ കഴിച്ചില്ല. പപ്പ പറഞ്ഞ് സൂപ്പറാണെന്ന്. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ അച്ഛനും അമ്മയും ഇത്തവണ വന്നില്ല. അപ്പം കണ്ണനും കൂടെ ഉള്ളത് കൊണ്ട് ഒരു സന്തോഷമാണ്. പിറ്റേ ദിവസമാണ് ആരും ഇല്ലാത്ത പോലെ തോന്നി എനിക്ക്. കണ്ണനും കൂടെ ഇല്ലാതായ സമയത്ത് ഞങ്ങൾ മാത്രം ഉള്ളത് പോലെ തോന്നി. അതാ ഫുഡ് കഴിച്ച് കണ്ണന് വേഗം പോകണം. 4-4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കണം. ഞാനതാണ് ഇപ്പോൾ പറയുന്നത്. നെയ്യപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും കണ്ണനെ ഇറങ്ങാൻ വേണ്ടി സമയമാവും. കണ്ണന് ഇഷ്ടമല്ലേ ഞാൻ നിന്നാലും മോനെ അമ്മൻ്റെ ഒരു സമാധാനത്തിന് ശ്യാമേട്ടൻ 2 എണ്ണം പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. നെയ്യപ്പം കണ്ടോ, നന്നായിട്ട് നല്ല ബോള് പോലെ പൊങ്ങി വരുന്ന നെയ്യപ്പാണ്. ആദ്യം ഉണ്ടാക്കിയ 3 എണ്ണം കണി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചു. കണ്ടോ നെയ്യപ്പം നല്ല പൊള്ളി വരുന്നത്. അപ്പക്കാരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നെയ്യപ്പത്തിൽ. തലേദിവസം രാത്രി ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതാ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി. കണ്ണൻ പോയി. കണ്ണനെ കയറ്റി വിട്ടിട്ടാണ് വന്നത്. പോകുന്ന വീഡിയോ എടുത്തില്ല, അത്രയും വിഷമമായിരുന്നു. വിഷുവായിട്ട് മോൻ പോകുന്നതിനെ കൊണ്ട്. പിന്നെ സമാധാനിച്ച് ചെറിയ വിഷുവിൻ്റെ അന്നെങ്കിലും ഉണ്ടല്ലോ, നെയ്യപ്പം കൊണ്ടുപോയല്ലോ, ഒരു ദിവസം സദ്യ കഴിച്ചല്ലോ, പടക്കം പൊട്ടിച്ചല്ലോ, പുതിയ ഡ്രസ്സ് ഇട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സമാധാനിച്ച് ആശ്വസിച്ച് നിൽക്കുകയാണ്. മക്കളൊക്കെ വലുതായാലും അങ്ങനെ തന്നെ. സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓണവും വിഷു ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ വിഷുവിന് 14-ാം തീയതി അവിടെ ചെന്നൈയിൽ എന്തോ ലീവാണ്. പക്ഷേ ഈ തവണ വിഷു 15-നായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു കുട്ടിക്ക് ആ ലീവ്. അതാ പറയുന്നത്, അവരൊക്കെ കുട്ടിക്കാലത്തുള്ള സമയത്താണ് നമ്മുടെ സ്വർഗം. അവരൊക്കെ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പല പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവർക്ക് ക്ലാസ് ജോലി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അങ്ങനെ എപ്പോഴെപ്പോഴും വരാനൊന്നും പറ്റില്ല. പിന്നെന്താ, നമ്മൾ അത് പ്രാക്ടിക്കലായി ചിന്തിക്കണം. അല്ലാണ്ട് നമുക്ക് വിഷമിച്ചിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് നല്ല ദിവസമൊക്കെ ആകുമ്പോൾ മക്കളില്ലാഞ്ഞാലൊരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്.
അപ്പോൾ അവർ പടക്കം പൊട്ടിക്കുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് കണ്ടു നോക്കാം. പഴയതുപോലെ ഒന്നല്ല, പല പല വെറൈറ്റി ഐറ്റംസ് ആണല്ലോ ഇപ്പം പടക്കത്തിലൊക്കെ ഉള്ളത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പം റാമൊക്കെ പൊട്ടിച്ച് റെഡിയാക്കുന്നുണ്ട് അവിടെ. ഇതിങ്ങനെ നോക്കിയിരിക്കാൻ, നമ്മൾ ഡോർ അടച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പുകയും വീട്ടിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടല. അത് കാരണം ഡോർ അടച്ച് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ. അത് കണ്ടോ, നെൽച്ചക്രം എന്ന് പറയുന്ന സാധനം നന്നായിട്ട് അവിടെ കറങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കണ്ണനെ കയറ്റി തിരിച്ച് വന്നിട്ടാണ് ഞാനിതാ അട ഉണ്ടാക്കുന്നത്. നേരത്തെ അപ്പം മാത്രം ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. അതാ ഈ അട ഉണ്ടാക്കി കഴിഞ്ഞ് കണീൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ മോനെ, കുളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനും ചാമേട്ടൻ അവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചാമേട്ടനാണെങ്കിൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാണ് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പോയി കിടന്നോ, കുഴപ്പമില്ല, തന്നെ ഒറ്റക്കാക്കിയിട്ട് എങ്ങനെയാണ് കിടക്കുക. ഞാൻ പറഞ്ഞു മക്കളുണ്ടല്ലോ, ഞാനും മക്കളും എടുത്ത് വയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. ഈ അട ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് കറണ്ട് പോയതും ആകെക്കൂടെ പാത്ത് പറയുന്ന പോലെ കൊയമാന്തലായിപ്പോയത്. അപ്പോൾ ഈ അടയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് അതോടുകൂടി ഇന്നത്തെ അതായത് വിഷുവിൻ്റെ തലേന്നുള്ള ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. പിന്നെയാണ് 1 മണിക്ക് കറണ്ട് വന്ന സമയത്താണ് ഞാൻ കണീൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതും. അത് നമ്മളെ വിഷുവിൻ്റെ അന്ന്, അതായത് ഡേ 2 വീഡിയോയിൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ അട പൊരിച്ചു കോരി എടുക്കുന്നതോടുകൂടി ഇന്നത്തെ ഈ വിഷുവിൻ്റെ ഡേ 1 വീഡിയോ കംപ്ലീറ്റ് ആയി. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.